ഹലോ എവരി വൺ, ദിസ് ഇസ് അമൽ ഹിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ആൻസർ ഡിസ്കഷനുമായി മുന്നോട്ട് വന്നിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രിയുടെ ആൻസർ ഡിസ്കഷനും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ടാണ്. അധികം സംസാരിക്കാൻ നിൽക്കാതെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: Find the relation and fill up suitably. Planetary model, സൗരയുധ മാതൃക റൂദർഫോർഡ്. പ്ലം പുഡിംഗ് മോഡൽ ആര് കണ്ടെത്തി? നമുക്കറിയാം, പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്: എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ. ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന: mentally arranged element in the increasing order of atomic mass. mentally മൂലകങ്ങളെ ക്രമീകരിച്ചത് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. mentally designed periodic table on basis of atomic number. mentally periodic table തയ്യാറാക്കിയത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. മോസല്ലി designed periodic table on basis of atomic number. മോസല്ലി പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. There are 8 groups and 7 periods in modern periodic table. ആധുനിക പീരിയോഡിക് ടേബിളിൽ 8 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും ഉണ്ട്. Find the correct statement and choose the correct answer from the following. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം എഴുതുക എന്നതാണ് നമ്മുടെ ചോദ്യം. അതിനാൽ നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ പ്രസ്താവനകളും നമുക്ക് വിലയിരുത്താം. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു: mentally മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ക്രമീകരിച്ചത് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. അതെ, ശരിയായിരുന്നു. mentally പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരുന്നത് അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ ആയിരുന്നു, എന്നാൽ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ അല്ലായിരുന്നു. അതിനാൽ രണ്ടാമത്തെ പോയിന്റ് തെറ്റും ഒന്നാമത്തെ പോയിന്റ് ശരിയും ആണ്. മൂന്നാമത്തെ പ്രസ്താവന: മോസല്ലി ഡിസൈൻഡ് പീരിയോഡിക് ടേബിൾ ഓൺ ബേസിസ് ഓഫ് അറ്റോമിക് നമ്പർ. മോസല്ലി പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയത് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അതെ, ശരിയായിരുന്നു. മോസല്ലിയാണ് അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയതും ആധുനിക പീരിയോഡിക് ടേബിൾ നിർമ്മിച്ചതും. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്: There are 8 groups and 7 periods in modern periodic table. ആധുനിക പീരിയോഡിക് ടേബിളിൽ 8 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുമുണ്ട്. തെറ്റാണ്. നമുക്കറിയാവുന്നത് 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും ഉണ്ട് എന്നതാണ്. അതിനാൽ നാലാമത്തെ പോയിന്റ് തെറ്റാണ്. ഇതിൽ ശരി ഉത്തരങ്ങൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകളാണ്. ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം, ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ കറക്റ്റ്. പ്രസ്താവനകൾ 1ഉം 3ഉം ശരിയാണ്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക്: മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കുക. 2 ബോക്സിലായിട്ട് എ കോളം ബി കോളം എന്ന് പേര് നൽകിയ ബോക്സുകളിൽ എ കോളത്തിലായി നീൽ ബോർ, വില്യം ക്രൂക്സ്, റൂദർഫോർഡ് എന്നും ബി കോളത്തിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്, ഗോൾഡ് ഫോയിൽ പരീക്ഷണം, സ്റ്റേഷനറി എനർജി ലെവൽ, സ്ഥിരോർജ നിലങ്ങൾ, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം, ന്യൂട്രോൺ എന്ന് നൽകിയിരിക്കുന്നു. നമുക്ക് നീൽ ബോറിന്റെ കാര്യത്തെ പരിശോധിക്കാം. നീൽ ബോർ എക്സ്. നീൽ ബോർ നമ്മളോട് പറഞ്ഞു, ഒരു ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ ഓർബിറ്റുകളിൽ വൃത്താകാരമായ ഓർബിറ്റുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓർബിറ്റിൽ തുടരുന്നിടത്തോളം കാലം ഒരു ഇലക്ട്രോണിന്റെ ഊർജത്തിന് വ്യത്യാസം വരുന്നില്ല. അതിനാൽ ഓർബിറ്റുകളെ നമ്മൾ സ്റ്റേഷനറി എനർജി ലെവൽസ്, സ്ഥിരോർജ നിലയങ്ങൾ എന്ന് വിളിക്കുന്നു. നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം ക്യൂ, നീൽ ബോർ എന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ബിയിലെ ക്യൂ ആയിരിക്കും. ഇനി വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞനാണ് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം വഴി 1875 കാത്തോഡ് രശ്മികളെ കണ്ടെത്തിയത്. അതിനാൽ
എ കോളത്തിലെ y എന്ന ചോദ്യത്തിന് മാച്ച് ആവുന്നത് ബി കോളത്തിലെ ആർ എന്ന ഉത്തരം ആയിരിക്കും. ഇനി Z, റൂതർഫോർഡ് നമുക്ക് പറഞ്ഞു തന്ന ആറ്റം മാതൃക ഏതായിരുന്നു? സൗരയുധ മാതൃകയായിരുന്നു അത് നമുക്ക് പറഞ്ഞു തന്നത് ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു. അതിനാൽ സെഡിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് പിയും ആയിരിക്കും. XQYRZP ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യത്തിലേക്ക്. അസേർഷൻ എ, the element sodium at extreme left of third period form an ionic compound with chlorine. പ്രസ്താവന എ, മൂന്നാം പീരിയഡിൽ ഏറ്റവും ഇടതുവശത്തുള്ള സോഡിയം എന്ന മൂലകം ക്ലോറിനുമായി ചേർന്ന് അയോണീക സംയുക്തം ഉണ്ടാക്കുന്നു. അതെ, നമുക്കറിയാം സോഡിയവും ക്ലോറിനും അയോണീക ബന്ധത്തിൽ ഏർപ്പെട്ട് സോഡിയം ക്ലോറൈഡ് എന്ന ഉപ്പ് നമുക്ക് നൽകുന്നു. ഇവ തമ്മിലുള്ള ബന്ധനം ഏതാണ്? അയോണീക ബന്ധനം, അയോണിക് ബോണ്ട് ആണ്. റീസൺ ആർ നൽകിയിരിക്കുന്നു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഹൈ ഫോർ 17th ഗ്രൂപ്പ് എലമെന്റ്. കാരണം 17ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി കൂടുതലാണ്. ശരിയാണ്, 17ാമത്തെ ഗ്രൂപ്പിന് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. എന്നാൽ നിങ്ങൾ അറിയണം, എ നമുക്ക് തന്നിട്ടുണ്ടല്ലോ അസേർഷൻ പ്രസ്താവന, അതിൽ പറഞ്ഞത് എന്താ? സോഡിയവും ക്ലോറിനും തമ്മിൽ ഒരു അയോണീക ബന്ധനം വഴി അയോണീക കോമ്പൗണ്ട്, അയോണീക സംയുക്തമാണ് ഉണ്ടാകുന്നത് എന്ന്. സോഡിയവും ക്ലോറിനും തമ്മിൽ അയോണീക സംയുക്തം ഉണ്ടാവുന്നതിൻ്റെ കാരണം നിങ്ങൾ അറിയണം. സോഡിയം അറ്റോമിക നമ്പർ 11, ക്ലോറിൻ അറ്റോമിക നമ്പർ 17. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം 2, 8, 1, ക്ലോറിൻ്റേത് 2, 8, 7 എന്നുമാണ്. സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളായി മാറും. അതിനാൽ അവയ്ക്ക് നല്ല സ്ഥിരത, സ്റ്റബിലിറ്റി കൈവരിക്കാനാകും. അതുകൊണ്ടാണ് സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. ഇനി ക്ലോറിൻ്റെ കാര്യത്തിൽ, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാവും. അതിനും സ്ഥിരത ലഭിക്കും. ഇതിനാൽ തന്നെയാണ് അയോണീക കോമ്പൗണ്ടുകളായി അവ നിർമ്മിക്കപ്പെടുന്നത്. അല്ലാതെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി കൂടുതൽ ആയതുകൊണ്ടല്ല. നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന എയും ആറും ശരിയാണ്. എന്നാൽ ആർ എന്നത് എയുടെ യഥാർത്ഥത്തിലുള്ള കാരണം അല്ല. അതിനാൽ നമുക്ക് ഓപ്ഷനുകൾ പരിശോധിക്കാം. എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയും ആറും ശരിയാണ് എന്നത്, ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണം അല്ല എന്നതാണ് ഇവിടെ ഓപ്ഷൻ. അടുത്ത സെറ്റ് ചോദ്യങ്ങളിലേക്ക്. 2 മാർക്കിൻ്റെ ആദ്യത്തെ ചോദ്യം, 5ാമത്തെ ക്വസ്റ്റ്യൻ. മഗ്നീഷ്യം ഈസ് ആൻ ആൽക്കലൈൻ എർത്ത് മെറ്റൽ. മഗ്നീഷ്യം ആൽക്കലൈൻ എർത്ത് ലോഹമാണ്. അതെ, മഗ്നീഷ്യം എന്നത് 2ാം ഗ്രൂപ്പിലെ മൂലകമാണ്. അതിനാൽ അവയെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്നാണ് വിളിക്കുന്നത്. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. എ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് മഗ്നീഷ്യം അയോൺ ഫോംഡ്? മഗ്നീഷ്യം അയോൺ ഉണ്ടാകുന്നത് എങ്ങനെ? ഒരു അയോൺ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് നമുക്ക് ആദ്യം പറയാം. ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്താണ് അയോണുകൾ ഉണ്ടാകുന്നത്. ഈ ആറ്റങ്ങൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതും സ്വീകരിക്കുന്നതും സ്ഥിരത, സ്റ്റബിലിറ്റി ലഭിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാവുന്ന മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക നമ്പർ 12ഉം ഇലക്ട്രോൺ വിന്യാസം അപ്പോൾ 2, 8, 2 ആയിരിക്കും. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുള്ള മൂലകങ്ങൾക്ക് എപ്പോഴും സ്ഥിരത കൂടുതലായിരിക്കും. അതിനാൽ എപ്പോഴും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാക്കാൻ ഓരോ ആറ്റവും ശ്രമിച്ചുകൊണ്ടിരിക്കും. മഗ്നീഷ്യത്തിൻ്റെ കാര്യത്തിൽ
മഗ്നീഷ്യത്തിന് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ആകണം എങ്കിൽ 2 വഴികളുണ്ട്. ബാഹ്യതമ ഷെല്ലിലേക്ക് 6 ഇലക്ട്രോണുകളെ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാം. 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും സുഖകരമായിട്ടുള്ളത് എന്നതിനാൽ മഗ്നീഷ്യം എപ്പോഴും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യാറ്. അതിനാൽ മഗ്നീഷ്യം അയോൺ ഉണ്ടാകുന്നത്, മഗ്നീഷ്യം അയോൺ ഈസ് ഫോംഡ് ബൈ ലൂസിങ് 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ആണ്. ബി ക്വസ്റ്റ്യനിലേക്ക്, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഇറ്റ്സ് ഫോർമേഷൻ. ഈ അയോൺ രൂപീകരണത്തിന്റെ രാസസമവാക്യം എഴുതുക. നമ്മൾ പറഞ്ഞു മഗ്നീഷ്യം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. Mg എന്തായി മാറും? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വെറുതെ നിന്നിരുന്ന ചാർജ് ഇല്ലാത്ത മഗ്നീഷ്യത്തിന് +2 ചാർജ് വരും. അതായത് Mg2+ ആയി മാറും. കൂടാതെ നമുക്ക് 2 ഇലക്ട്രോണുകളും ലഭിക്കും എന്നതായിരിക്കും ഇവിടെ നടക്കുന്ന കെമിക്കൽ ഇക്വേഷൻ എന്നറിയുന്നതോടുകൂടി 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ ചോദ്യം എ പാർട്ടുമുണ്ട് ബി പാർട്ടുമുണ്ട്, ഓർ ക്വസ്റ്റ്യൻ ആണ്. എ പാർട്ടിലേക്ക്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് 4 എലമെന്റ്സ് ആർ ഗിവൺ. 4 മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ചുവടെ തന്നിരിക്കുന്നു. പി 2 7, Q 2 8 2, R 2 1, S 2 8 8 2. 6ാമത്തെ ചോദ്യത്തിലെ എ പാർട്ടിലെ എ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദോസ് എലമെന്റ്സ് ബിലോങ്സ് ടു സെയിം ഗ്രൂപ്പ്. ഇവയിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതെല്ലാം? ഒരു മൂലകത്തിന്റെ ഗ്രൂപ്പ് കണ്ടെത്തുന്നതിനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്. ഓരോ ആറ്റത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസത്തിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് അത് തിരിച്ചറിയാനാകും. ബാഹ്യതമ ഷെല്ലിൽ 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകളാണ് ഉള്ളത് എങ്കിൽ ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. അതായത് ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ആയിരിക്കും. ഇനി അതല്ല, 3 മുതൽ 8 വരെ ഇലക്ട്രോണുകളാണ് ബാഹ്യതമ ഷെല്ലിൽ ഉള്ളത് എങ്കിൽ ഈ 3 മുതൽ 8 വരെയുള്ള ആ എത്ര എണ്ണം ഇലക്ട്രോൺ ആണോ ഉള്ളത്, അത് 3 ആവാം 4 ആവാം 5 ആവാം 6 ആവാം 7 ആവാം 8 ആകാം, അതിലേക്ക് 10 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയായിരിക്കും ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിലേക്ക് 10 കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യയായിരിക്കും ഗ്രൂപ്പ്. ഇനി പി ക്യു ആർ എസിന്റെ ഗ്രൂപ്പുകൾ നമുക്ക് പരിശോധിക്കാം. പി 2 7, ബാഹ്യതമ ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 7 ആണ്. അതിലേക്ക് നമ്മൾ 10 കൂട്ടണം. അപ്പോൾ നമുക്ക് ലഭിക്കും 17. അപ്പോൾ പി എന്ന മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ 17. ക്യൂവിന്റെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ്. അതിനാൽ 1 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 2 ആയിരിക്കും. 2 ആയതിനാൽ ഗ്രൂപ്പ് നമ്പർ 2. ആർ 2 1, ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, അതിനാൽ ഗ്രൂപ്പ് നമ്പർ 1. എസിൽ നോക്കുമ്പോൾ 2 8 8 2, ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, അതിനാൽ ഗ്രൂപ്പ് നമ്പർ 2. എ ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരേ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതെല്ലാം എന്നാണ്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ക്യൂവും എസും ആണ് അവ. ബി ക്വസ്റ്റ്യനിലേക്ക്, വിച്ച് ഓഫ് ദോസ് എലമെന്റ്സ് ബിലോങ്സ് ടു സെയിം പീരിയഡ്. ഇവയിൽ ഒരേ പീരിയഡിൽ വരുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ്? ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എത്ര ഷെല്ലുകളുണ്ടോ ആ ഷെല്ലുകളുടെ എണ്ണമായിരിക്കും എപ്പോഴും പീരിയഡ് എന്ന് പറയുന്നത്. പിയിൽ എത്ര ഷെല്ലുകളുണ്ട്? 1 2, അതിനാൽ അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ക്യൂവിലാണെങ്കിൽ 3 ഷെല്ലുകളുണ്ട്, അതിനാൽ അതിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ആറിനാണെങ്കിൽ 2 ഷെല്ലുകളാണുള്ളത്, അതിനാൽ പീരിയഡ് 2. എസിൽ 4 ഷെല്ലുകളുണ്ട്, അതിനാൽ പീരിയഡ് 4 ആയിരിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാകും ഒരേ പീരിയഡിൽ ഉള്ളവർ പിയും ആറും ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ബിയുടെ ആൻസർ പി, ആർ ആയിരിക്കും.
അടുത്ത ചോദ്യത്തിലേക്ക്, ആറാമത്തെ ചോദ്യം ബി പാർട്ടിലേക്ക്. ബി പാർട്ടിലെ 4 മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ചുവടെ നൽകിയിരിക്കുന്നു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് 4 എലമെന്റ്സ് ആർ ഗിവൺ. എ ബി സി ഡി എന്നതാണ് മൂലകങ്ങൾ. എ 2 8 8, ബി 2 8 1, സി 2 8 8 1, ഡി 2 5. എ ക്വസ്റ്റ്യനിലേക്ക്, വിച്ച് എമംഗ് ദോസ് ഇസ് എ നോബിൾ ഗ്യാസ്? ഇവയിൽ ഉത്കൃഷ്ടവാതകം ഏതാണ്? ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുള്ള മൂലകം ആയിരിക്കും. നോക്കുമ്പോൾ എനിക്ക് കാണാം എ ബി സി ഡിയിൽ ആകെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുള്ള മൂലകം എ മാത്രമാണ്. അതിനാൽ നോബിൾ ഗ്യാസ് ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത് എ എന്ന മൂലകമായിരിക്കും. ബി ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ 15th ഗ്രൂപ്പ് എലമെന്റ്? ഇവയിൽ 15ാമത്തെ ഗ്രൂപ്പ് മൂലകം ഏതാണ്? ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എ ബി സിയുടെ ഗ്രൂപ്പ് നമുക്ക് കണ്ടെത്താം. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 8 ആകുമ്പോൾ 10 കൂട്ടണം, അപ്പോൾ എയുടെ ഗ്രൂപ്പ് നമ്പർ 18. ബിയുടെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, അതിനാൽ ഗ്രൂപ്പ് 1 ആയിരിക്കും. സിയുടെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, അതിനാൽ ഗ്രൂപ്പ് 1 തന്നെയായിരിക്കും. ഡിയുടെ ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ, അതിനാൽ ഗ്രൂപ്പ് 15 ആയിരിക്കും. കാരണം നമ്മൾ 10 കൂട്ടണം. ചോദ്യത്തിൽ പറയുന്നത് 15ാമത്തെ ഗ്രൂപ്പ് മൂലകം ഏതാണ് എന്നതാണ്. നമുക്ക് ലഭിക്കും ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം പറയുന്നു, കംപ്ലീറ്റ് ദ ടേബിൾ. പട്ടിക പൂർത്തിയാക്കുക. ഐസോട്ടോപ്പ് യൂസ്, ഉപയോഗം നൽകിയിരിക്കുന്നു. എ കൊബാൾട്ട്. കൊബാൾട്ട് സാധാരണയായിട്ട് കൊബാൾട്ട് 60 ആണ്. കൊബാൾട്ട് 60 നമ്മൾ എവിടെയാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്? ക്യാൻസർ ചികിത്സക്കായിരുന്നു കൊബാൾട്ട് 60 ഉപയോഗിക്കാറുള്ളത്. ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊബാൾട്ട് 60 ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുക. അതുപോലെ ബി ഡാഷ് ടു ഡയഗ്നോസിസ് അനീമിയ. അനീമിയ നിർണ്ണയിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൂലകമാണ് അയേൺ 59. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം. എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. നമുക്ക് ആദ്യം എ പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, ഹൗ ഡിഡ് ജെ തോംസൺ പ്രൂവ് ദ ഫോളോയിങ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ജെ തോംസൺ ചുവടെ തന്നിരിക്കുന്നവ തെളിയിച്ചത്? 8ാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ടിലെ എ ചോദ്യം, കാഥോഡ് റേസ് ഹാവ് മാസ്. കാഥോഡ് കിരണങ്ങൾക്ക് മാസ് ഉണ്ട്. കാഥോഡ് കിരണങ്ങൾക്ക് മാസ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനായി അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബിന് അകത്ത് വളരെ കനം കുറഞ്ഞ ഇതളുകളുള്ള ഒരു ചക്രം വച്ചുകൊടുത്തു. അപ്പോൾ അത് കറങ്ങുന്നതായി കാണാൻ സാധിച്ചു. അങ്ങനെയാണ് അദ്ദേഹം കാഥോഡ് കിരണങ്ങൾക്ക് മാസ് ഉണ്ട് എന്ന് തെളിയിച്ചത്. വെൻ എ ലൈറ്റ് വെയ്റ്റ് പാഡൽ വാസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ഡിസ്ചാർജ് ട്യൂബ് ഇറ്റ് റൊട്ടേറ്റ്സ്. അങ്ങനെയാണ് അദ്ദേഹം കാഥോഡിന് മാസ് ഉണ്ട് എന്ന് തെളിയിച്ചത്. ബി കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. കാഥോഡ് കിരണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ കാഥോഡ് റേകൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനായി അദ്ദേഹം ഈ ഡിസ്ചാർജ് ട്യൂബിന് ചുറ്റും ഒരു വൈദ്യുത മണ്ഡലം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്ത സമയത്ത് കാഥോഡ് രശ്മികൾ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തേക്ക് വ്യതിചലിച്ചു പോകുന്നത്, ഡീവിയേറ്റ്സ് ടു പോസിറ്റീവ് ചാർജ്. വെൻ എ ഇലക്ട്രിക് ഫീൽഡ് വാസ് അപ്ലൈഡ്, the cathode rays deviated towards the positive side. അങ്ങനെയാണ് അദ്ദേഹം കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ് എന്ന് തെളിയിച്ചത്. കാഥോഡ് കിരണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനായി ഡിസ്ചാർജ് ട്യൂബിന് ചുറ്റും വൈദ്യുത മണ്ഡലം പ്രയോഗിച്ചു. അപ്പോൾ കാഥോഡ് കിരണങ്ങൾ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തേക്ക് വ്യതിചലിക്കുന്നതായി കണ്ടു. അങ്ങനെയാണ് കാഥോഡ് കിരണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞത്. 8b ഓൺ ബേസിസ് ഓഫ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്, ഹൗ ഡിഡ് ജെ തോംസൺ പ്രൂവ് ദ ഫോളോയിങ്? ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജെ തോംസൺ ചുവടെ തന്നിരിക്കുന്നവ തെളിയിച്ചത് എങ്ങനെ? എ പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസന്റ് ഇൻ ആൾ സബ്സ്റ്റൻസ്.
കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് എല്ലാ വസ്തുക്കളിലും അടങ്ങിയിട്ടുണ്ട്. അതിനായി അദ്ദേഹം ചെയ്തത് നമ്മുടെ ഡിസ്ചാർജ് ട്യൂബിന് അകത്ത് ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ലോഹങ്ങളെ, മെറ്റൽ പീസുകളെ മാറ്റി നോക്കി. കൂടാതെ ഈ ഡിസ്ചാർജ് ട്യൂബിന് അകത്ത് നിറച്ചിരുന്ന വാതകത്തെയും മാറ്റി നോക്കി. വെൻ he changed the materials used to prepare electrodes and the gas inside the discharge tube, he could observe cathode rays. അപ്പോഴും അദ്ദേഹത്തിന് കാഥോഡ് രശ്മികളെ കാണാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എല്ലാ വസ്തുക്കളിലും കാഥോഡ് അടങ്ങിയിരിക്കുന്നു എന്നത്. ബി ക്വസ്റ്റ്യനിലെ ബി പാർട്ട്, കാഥോഡ് റേസ് ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻ. കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ഈ ഡിസ്ചാർജ് ട്യൂബിന് അകത്ത് അദ്ദേഹം ഒരു ഒപ്പാക്കായ വസ്തു വച്ചു, അതായത് അധാരിതമായ വസ്തു വച്ചു. ആ സമയത്ത് ഇത് നിഴലുണ്ടാക്കുന്നതായിട്ട്, ഫോമിങ് ഷാഡോസ് എന്നത് കണ്ടു. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് കാഥോഡ് റേസ് ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻ എന്നത്. 9ാമത്തെ ചോദ്യത്തിലേക്ക്, ദ ആറ്റം ഓഫ് എലമെന്റ് എക്സ് ഹാസ് ഇലക്ട്രോൺസ് ഇൻ 3 ഷെൽസ്. ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഈസ് 6. എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു. ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട്. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്. ഈ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. നമ്മളോട് എക്സ് എന്ന മൂലകം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ അതിൽ 3 ഷെല്ലുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. ബോർ മാതൃക നമുക്ക് പറഞ്ഞു തരുന്നു കെ എൽ എം എൻ എന്ന ഷെല്ലുകളാണ് ഉള്ളവ. അതിൽ കെയ്ക്കായിരിക്കും ഏറ്റവും ഊർജം കുറവ്. കെയേക്കാൾ എല്ലിന് ഊർജം കൂടുതലായിരിക്കും, എല്ലിനേക്കാൾ എമ്മിന് ഊർജം കൂടുതലായിരിക്കും, എമ്മിനേക്കാൾ എന്നിന് ഊർജം കൂടുതലായിരിക്കും. ഊർജം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് എപ്പോഴും ഇലക്ട്രോണുകൾ നിറയുന്നുണ്ടാകുക. അതിനാൽ കെ നിറഞ്ഞ ശേഷം മാത്രമേ എല്ലിൽ നിറയുകയുള്ളൂ, എൽ നിറഞ്ഞ ശേഷം മാത്രമേ എമ്മിൽ നിറയൂ, എം നിറഞ്ഞ ശേഷം മാത്രമേ എൻ നിറയുകയുള്ളൂ. കെയിൽ പരമാവധി 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളിക്കാം. എല്ലിലാണെങ്കിൽ അത് 8, എമ്മിലാണെങ്കിൽ 18, എന്നിലാണെങ്കിൽ 32 ആയിരിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, വാലൻസ് ഇലക്ട്രോൺ. ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നും പറഞ്ഞിരിക്കുന്നു. ആദ്യം പറഞ്ഞത് 3 ഷെല്ലുകളാണ്. അപ്പോൾ 3 ഷെല്ലുകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഷെല്ല് കെ ആയിരിക്കും, രണ്ടാമത്തെ ഷെല്ല് എൽ ആയിരിക്കും, മൂന്നാമത്തെ ഷെല്ല് എം ആയിരിക്കും. എക്സ് എന്ന മൂലകത്തിൽ കെ എൽ എം എന്ന 3 ഷെല്ലുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഈ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നതിനായി നമ്മളോട് ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. ബാഹ്യതമ ഷെല്ലിൽ, അതായത് അവസാനത്തെ ഷെല്ലായിട്ടുള്ള എമ്മിലുള്ളത് 6 ഇലക്ട്രോണുകൾ ആണ്. ഓരോ ഷെല്ലുകളിലും ഇലക്ട്രോണുകൾ നിറഞ്ഞ ശേഷം മാത്രമേ അടുത്ത ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുകയുള്ളൂ എന്ന് നമുക്കറിയാം. കെയിൽ 2 ഇലക്ട്രോണുകൾ നിറയും. നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി ഏറ്റവും അവസാനത്തിൽ 6 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ ഇനി കെയിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 2 ഇലക്ട്രോണുകളാണ് കൊള്ളുക. 8ൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 8 ഇലക്ട്രോണുകളാണ് കൊള്ളുക. സോറി, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 8 ഇലക്ട്രോൺ ആണ് കൊള്ളുക. ബാഹ്യതമ ഷെല്ലിൽ, മൂന്നാമത്തെ ഷെല്ലിലുള്ളത് 6 ഇലക്ട്രോൺ ആണെന്ന് ചോദ്യം പറഞ്ഞു തന്നിരിക്കുന്നു. അതിനാൽ എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2, 8, 6 എന്നായിരിക്കും. ബി ക്വസ്റ്റ്യനിലേക്ക്, ടു വിച്ച് ഫാമിലി ഓഫ് എലമെന്റ്സ് ഡസ് ഇറ്റ് ബിലോങ്സ്? ഈ മൂലകം ഉൾപ്പെടുന്ന മൂലക കുടുംബം ഏത്? നമ്മൾ ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ കുടുംബങ്ങൾ, ഓരോ ഫാമിലീസ് എന്ന് പേരിട്ടിരുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിച്ചു. രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് വിളിച്ചു. 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളെ ട്രാൻസിഷൻ എലമെന്റ്സ്, സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിച്ചു. 13ാമത്തെ ഗ്രൂപ്പിനെ ബോറോൺ കുടുംബം, ബോറോൺ ഫാമിലി എന്ന് വിളിച്ചു.
14ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ കാർബൺ ഫാമിലി, കാർബൺ കുടുംബം എന്ന് വിളിച്ചു. 15ാമത്തെ ഗ്രൂപ്പിനെ നൈട്രജൻ ഫാമിലി, നൈട്രജൻ കുടുംബം എന്ന് വിളിച്ചു. 16ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഓക്സിജൻ ഫാമിലി, ഓക്സിജൻ കുടുംബം എന്ന് വിളിച്ചു. അതിന് മറ്റൊരു പേര് കൂടെയുണ്ട്, ചാൽക്കൊജൻസ് എന്നാണത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകം പറയുന്നില്ല, നിങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ എത്തുമ്പോൾ അത് പഠിക്കുന്നതാണ്. 17ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഹാലോജൻസ് എന്ന് വിളിച്ചു. 18ാമത്തെ ഗ്രൂപ്പിനെ ഇനേർട്ട് ഗ്യാസസ് അഥവാ അലസവാതകങ്ങൾ എന്നും വിളിച്ചു. ഇവിടെ നൽകിയിരിക്കുന്ന എക്സ് എന്ന മൂലകം ഏത് ഗ്രൂപ്പിൽ പെട്ടവനാണെന്ന് നമുക്ക് ആദ്യം കണ്ടെത്താം. ഗ്രൂപ്പ് കണ്ടെത്തുന്നതിനായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 1 or 2 ഇലക്ട്രോണുകളാണ് ബാഹ്യതമ ഷെല്ലിൽ എങ്കിൽ 1 or 2 തന്നെയായിരിക്കും ഗ്രൂപ്പ് നമ്പർ. അല്ല 3 മുതൽ 8 വരെയാണെങ്കിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ അതിലേക്ക് 10 കൂട്ടി കൊടുക്കണം, 10 ആഡ് ചെയ്യണം. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിലുള്ളത് 6 ഇലക്ട്രോണുകളാണ്. 6ലേക്ക് 10 കൂട്ടിയാൽ എനിക്ക് ലഭിക്കും 16. 16ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ എന്തായിരുന്നു പേര് വിളിച്ചിരുന്നത്? ഓക്സിജൻ ഫാമിലി, ഓക്സിജൻ കുടുംബം എന്നായിരുന്നു. അതിനാൽ ബി എന്ന ചോദ്യം, ഈ മൂലകം ഏത് മൂലക കുടുംബത്തിലാണ് എന്ന് ചോദിച്ചാൽ ഓക്സിജൻ കുടുംബം, ഓക്സിജൻ ഫാമിലി എന്ന് നമുക്ക് ഉത്തരം പറയാം 10ാമത്തെ ചോദ്യത്തിലേക്ക്. സിംപിൾ ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. ഏതാനും മൂലകങ്ങളുടെ പ്രതീകങ്ങൾ തന്നിരിക്കുന്നു. ഓക്സിജൻ, പൊട്ടാസ്യം, ഓക്സിജൻ, കാൽഷ്യം, മഗ്നീഷ്യം തന്നിരിക്കുന്നു. നമുക്ക് എല്ലാം ഒന്ന് വിശദമായിട്ട് നോക്കാം. O 8, 16 അറ്റോമിക നമ്പറാണ് താഴെ എഴുതിയിരിക്കുന്നത്, മുകളിൽ എഴുതിയിരിക്കുന്നത് മാസ് നമ്പർ ആണ് എന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്സിജൻ അറ്റോമിക നമ്പർ 8, മാസ് നമ്പർ 16. പൊട്ടാസ്യം അറ്റോമിക നമ്പർ 19, മാസ് നമ്പർ 40. ഓക്സിജൻ അറ്റോമിക നമ്പർ 8, മാസ് നമ്പർ 17. കാൽഷ്യം അറ്റോമിക നമ്പർ 20, മാസ് നമ്പർ 40. മഗ്നീഷ്യം അറ്റോമിക നമ്പർ 12, മാസ് നമ്പർ 24. A question. Select a pair of isobar. ഐസോബാർ ജോഡി കണ്ടെത്തി എഴുതുക. നമുക്ക് ഐസോടോപ്പ് എന്താണെന്നറിയാം, ഐസോബാർ എന്താണെന്നും അറിയാം. ഐസോടോപ്പ് എന്നത് സെയിം അറ്റോമിക നമ്പറും എന്നാൽ വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള മൂലകങ്ങളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇനി വ്യത്യസ്ത അറ്റോമിക നമ്പറും ഒരേ മാസ് നമ്പറും ഉള്ള മൂലകങ്ങളെ നമ്മൾ ഐസോബാർ എന്നും വിളിക്കും. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഐസോബാറിന്റെ ജോഡി പെയറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഒരേ മാസ് നമ്പറാണ് ഉണ്ടായിരിക്കേണ്ടത്. നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം പൊട്ടാസ്യം 19, മാസ് നമ്പർ 40. കാൽഷ്യം അറ്റോമിക നമ്പർ 20, മാസ് നമ്പർ 40. വ്യത്യസ്ത അറ്റോമിക നമ്പറുകളും ഒരേ മാസ് നമ്പറും ഉള്ള 2 മൂലകങ്ങൾ. അതിനാൽ ഉത്തരം പൊട്ടാസ്യം, കാൽഷ്യം എന്ന് ആയിരിക്കും. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക്. റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ദിസ് പെയർ. ഈ ജോഡി തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഐസോബാർ എന്ന് പറയുന്നത്, ഐസോബാർസ് ആർ ദ എലമെന്റ്സ് വിത്ത് സെയിം മാസ് നമ്പർ ബട്ട് വിത്ത് ഡിഫറൻറ്റ് അറ്റോമിക് നമ്പേഴ്സ്. ഐസോബാറുകൾ വ്യത്യസ്ത അറ്റോമിക നമ്പറുകളും ഒരേ മാസ് നമ്പറുകളുമുള്ള മൂലകങ്ങളാണ്. 11ാമത്തെ ചോദ്യത്തിലേക്ക്. ദ എലമെന്റ് Q belongs to 3rd period and 13th group of the periodic table. Q എന്ന മൂലകം പീരിയോഡിക് ടേബിളിൽ 3ാം പീരിയഡിലും 13ാം ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു. നമ്മളോട് പറഞ്ഞത് 3ാമത്തെ പീരിയഡിലും 13ാമത്തെ ഗ്രൂപ്പിലും ഉൾക്കൊള്ളുന്നു എന്നാണ്. അതിനാൽ ഞാൻ പീരിയഡിനെ P എന്ന് എഴുതും 3, ഗ്രൂപ്പ് 13 എന്നും പറഞ്ഞു തന്നിരിക്കുന്നു. A ക്വസ്റ്റ്യൻ പരിശോധിക്കാം. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ നോബിൾ ഗ്യാസ് ഇൻ ദ സെയിം പീരിയഡ്. ഇതേ പീരിയഡിൽ വരുന്ന ഉത്കൃഷ്ടവാതകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഇനേർട്ട് ഗ്യാസസ് ഏതെല്ലാം ആണ്? ഹേ, നീ ആരാ? കൃഷ്ണനോ, സീതയോ, രാമനോ,
ഓർഗനോ എന്നാണ് എൻ്റെ കെമിസ്ട്രി സാറ് എന്നെ ഇനേർട്ട് ഗ്യാസുകളെ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് നോബിൾ ഗ്യാസസ് എന്ന് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. ഹി ഹേ നീ ആരാ, കൃഷ്ണനോ സീതയോ രാമനോ എന്നതിൻ്റെ പൂർണ്ണരൂപം ഞാൻ പറഞ്ഞുതരാം. HE ഹീലിയം, NE നിയോൺ, AR ആർഗൺ, KR ക്രിപ്റ്റോൺ, XE സെനോൺ, RN റാഡോൺ, OG ഒഗ്നസോൺ എന്നും ആണ് എന്ന് നിങ്ങൾ അറിയുക. മൂന്നാമത്തെ പീരിയഡിലുള്ള നോബിൾ ഗ്യാസിൻ്റെ ഉത്കൃഷ്ടവാതക ഏതാണ് എന്നും അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹേ നീ ആരാ, മൂന്നാമത്തെ പീരിയഡിലുള്ള ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത് ആർഗൺ ആയിരിക്കും. ആർഗണിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 18 ആണ്, AR 18. നിങ്ങൾ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ 18 വരെ ഉത്കൃഷ്ടവാതകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം കാണാതെ അറിഞ്ഞിരിക്കണം. ഹീലിയത്തിൻ്റേത് 2, നിയോണിൻ്റേത് 10, ആർഗണിൻ്റേത് 18 എന്നുമാണ്. അതിനാൽ 18 മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വളരെ എളുപ്പത്തിൽ എഴുതാം. 2, 8, 8 എന്നായിരിക്കും അത്. ബി ക്വസ്റ്റ്യനിലേക്ക്, റൈറ്റ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദ എലമെന്റ് ഇൻ സെക്കൻഡ് പീരിയഡ് ആൻഡ് ദാറ്റ് ബിലോങ്സ് ടു സെയിം ഗ്രൂപ്പ് ഓഫ് ക്യൂ. ക്യൂ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ 2ാം പീരിയഡിൽ വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ എഴുതുക. നമുക്ക് ആദ്യം ക്യൂവിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാം. അതിനുശേഷം നമുക്ക് 2ാമത്തെ പീരിയഡിൽ അതേ ഗ്രൂപ്പിൽ വരുന്ന ആളെ എഴുതാം. നമ്മളോട് പറഞ്ഞു പീരിയഡ് 3 ആണ് എന്നത്. അതിനാൽ ക്യൂ എന്ന മൂലകത്തിൽ 3 ഷെല്ലുകൾ ഉണ്ടായിരിക്കും. 3 ഷെല്ലുകൾ ഏതെല്ലാമാണവ? KL M എന്നിവയാണ്. ഇനി നമ്മളോട് പറഞ്ഞ അടുത്ത ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഗ്രൂപ്പ് 13 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബാഹ്യതമ ഷെല്ലിൽ 1 or 2 ഇലക്ട്രോണുകളാണ് എങ്കിൽ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 1, 2 ആയിരിക്കും. ഇനി 3 മുതൽ 8 വരെയാണ് ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ എന്നുണ്ടെങ്കിൽ അതിലേക്ക് 10 കൂട്ടിയാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 13 എന്നാണ്. ഇത് അപ്പോൾ അവസാനിക്കുന്നത് 1ലോ 2ലോ അല്ല, അതിനാൽ തന്നെ 3 ആണ്. 3നോട് 10 കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യയാണ് 13 എന്നതിനാൽ 3 ആയിരിക്കും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതായത് M ഷെല്ലിൽ 3 ഇലക്ട്രോണുകളായിരിക്കും. എപ്പോഴും ഇലക്ട്രോണുകൾ ഒരു ഓർബിറ്റിൽ നിറഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റിൻ്റെ ഊർജം കൂടി വരുന്ന ക്രമത്തിലായിരിക്കും. ഊർജം ഏറ്റവും കുറഞ്ഞത് നിറഞ്ഞതിന് ശേഷം അടുത്ത ഊർജം കൂടിയത്, പിന്നെ ഊർജം കൂടിയത്, അങ്ങനെ നിറഞ്ഞു പോവുകയുള്ളൂ. അതിനാൽ Kയിൽ 2, Lൽ 8 വരും. ക്യൂയുടെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എണ്ണം 13 ആയിരിക്കും അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നതോ 2, 8, 3 ആയിരിക്കും. എന്നാൽ ബി ക്വസ്റ്റ്യൻ അതല്ല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2ാമത്തെ പീരിയഡിൽ അതേ ഗ്രൂപ്പിൽ വരുന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് ഏതായിരിക്കും എന്നറിയുമോ? നമ്മളോട് ചോദ്യം പറഞ്ഞത് പീരിയഡ് 2 ആയിരിക്കും എന്നാണ്. അതിനർത്ഥം അതിൽ ആകെ 2 ഷെല്ലുകളെ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് ഏതെല്ലാമായിരിക്കും? Kയും Lയും ആയിരിക്കും അവ. ബാഹ്യതമ ഷെല്ലിൽ സെയിം ഗ്രൂപ്പിൽ പെട്ടതായതുകൊണ്ട് തന്നെ ഒരേ ഗ്രൂപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. അതിനാൽ ബാഹ്യതമ ഷെല്ലിൽ 3 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. Kയിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 2 ഇലക്ട്രോണുകളും കൊള്ളും. ഇങ്ങനെയായിരിക്കും 2ാമത്തെ പീരിയഡിൽ അതേ ഗ്രൂപ്പിൽ വരുന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 3 എന്നായിരിക്കും. അതിനാൽ അറ്റോമിക നമ്പർ എത്രയായിരിക്കും? 2ഉം 3ഉം കൂട്ടിയാൽ നമുക്ക് ലഭിക്കും 5 എന്നതായിരിക്കും ആൻസർ. 12ാമത്തെ ചോദ്യം, റൈറ്റ് എനി 3 മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ഏതെങ്കിലും 3 പ്രധാന ആശയങ്ങൾ എഴുതുക. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പേര് സൗരയുധ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നാണ്. അദ്ദേഹം നമുക്ക് ഈ മാതൃക പരിചയപ്പെടുത്തി തന്നത് തൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെയാണ്. അതിൽ നിന്നും അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എംപ്റ്റി ആണ്, ശൂന്യമാണ്. ദ മോസ്റ്റ് പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് എംപ്റ്റി.
പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആറ്റം ഹാവ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. പിന്നീട് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, ന്യൂക്ലിയസിൻ്റെ വലിപ്പം മൊത്തം ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ദ സൈസ് ഓഫ് ന്യൂക്ലിയസ് compared with the total size of an atom, the size of nucleus is too small എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകാരമായ പാതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോൺസ് റിവോൾവ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലാർ പാത്ത്. ഈ സർക്കുലാർ പാത്തിനെ നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കാറുണ്ട്. നാലാമതായി അദ്ദേഹം പറഞ്ഞു, ദ ടോട്ടൽ പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും അതിൻ്റെ ന്യൂക്ലിയസിനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ 4 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും 3 മാത്രം നിങ്ങൾ ഇവിടെ എഴുതി വെച്ചാൽ മതി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 13. ഇൻ സ്കാൻഡിയം ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു പെനൾട്ടിമേറ്റ് ഷെൽ ആൻഡ് ഇറ്റ്സ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഈസ് 2892. സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2892 ആണ്. ഇതിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ്. നമുക്ക് അടുത്ത ഒരു പേജ് എടുത്തതിന് ശേഷം ഞാൻ എഴുതാം. സ്കാൻഡിയം എന്നാണ് പറഞ്ഞത്. അറ്റോമിക നമ്പർ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 21 നമുക്ക് തന്നിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2892 എന്നാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഓരോ ഇലക്ട്രോണുകളും ഓർബിറ്റുകളിൽ നിറയുന്നത് എപ്പോഴും ഊർജം കൂടി വരുന്നതിൻ്റെ ക്രമത്തിലാണ് എന്നത്. എന്നാൽ 2892 കെയിൽ 2 ഇലക്ട്രോണുകളാണ് കൊള്ളുക, അത് ഓക്കെ. എല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകളാണ് കൊള്ളുക, അതും ഓക്കെ. എമ്മിൽ 18 ഇലക്ട്രോണുകൾ കൊണ്ടിട്ടും എന്നാലും ഇവിടെ 9 മാത്രമേ വന്നിട്ടുള്ളൂ. 2 എങ്ങനെ എന്നിലേക്ക് പോയി എന്ന സംശയം നിങ്ങളുടെ മനസ്സിൽ ഉറവെടുക്കുന്നുണ്ടായിരിക്കും. അത് നമ്മൾ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 3ാമത്തെ പാഠത്തിൽ പഠിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇല്ല എങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകം അബദ്ധത്തിലെങ്ങാനും മാറിയാൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ടായിരിക്കും എന്നും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. Write the electron configuration of the element that comes just before scandium and the element that comes after scandium. സ്കാൻഡിയത്തിന് തൊട്ടു മുൻപുള്ള മൂലകത്തിൻ്റെയും സ്കാൻഡിയത്തിന് ശേഷം വരുന്ന മൂലകത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം എഴുതണം. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ നമുക്ക് പെട്ടെന്ന് കിട്ടും. ചോദ്യം പറഞ്ഞിട്ടില്ലെങ്കിലും അറ്റോമിക നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ടല്ലോ, അതിൽ ഇലക്ട്രോണുകൾ കൂട്ടിയാൽ മതി. 2 8 10, 10 9 19, 19 2 21. സിമ്പിൾ. ഇനി ഈ സ്കാൻഡിയത്തിന് ശേഷം വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? 22 ആയിരിക്കും അത്. എന്നാൽ സ്കാൻഡിയത്തിന് തൊട്ട് മുൻപ് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ പറയാൻ കഴിയുമോ? 1 വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര ആയിരിക്കും? 20 ആയിരിക്കും അത് എന്ന് പറയുന്നത്. സ്കാൻഡിയം കഴിഞ്ഞാൽ വരുന്ന മൂലകത്തിൻ്റെ പേര് ടൈറ്റാനിയം എന്നാണ്. ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു ടൈറ്റാനിയം. നമ്മുടെ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ വരുന്ന iPhone 16 ആയാലും ഇനി സാംസങ്ങിൻ്റെ S25 അൾട്ര ആയാലും ഇതിൻ്റെ എല്ലാം ഫ്രെയിമുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ടൈറ്റാനിയം എന്ന ലോഹമാണ്. ഇനി സ്കാൻഡിയത്തിന് മുൻപ് വരുന്ന മൂലകം ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? കാൽഷ്യം ആണ്. അതിൻ്റെ അറ്റോമിക നമ്പറാണ് 20 എന്ന് പറയുന്നത്. ഇനി ഇവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിന് മുമ്പ് നമുക്ക് കാൽഷ്യത്തിൻ്റേത് എഴുതാം. കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് 2 8 8 2 എന്നതാണ്.
നിങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ടാകും, നമ്മൾ പറഞ്ഞതനുസരിച്ച് 2, 8, 10 എന്നല്ലേ വരേണ്ടത്. പക്ഷേ ഇവിടെ ഓർബിറ്റലുകൾ എന്നതും സബ്ഷെൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നതിനാൽ നമ്മൾ അതിവിടെ പറയുന്നില്ല. ചെറിയ ഊർജ വ്യത്യാസത്തിൻ്റെ കാരണത്താൽ മാത്രമാണ് ഇപ്പോൾ തൽക്കാലം N ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ നിറഞ്ഞ ശേഷം മാത്രമേ M ഷെല്ലിൽ 8ന് ശേഷം ഇലക്ട്രോണുകൾ നിറയുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയുക. ഞാൻ എന്താ പറഞ്ഞത്? 8 ഇലക്ട്രോണുകൾ M ഷെല്ലിൽ നിറഞ്ഞ് പിന്നെ N ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ നിറഞ്ഞ ശേഷം മാത്രമേ ബാക്കി ഇലക്ട്രോണുകൾ M ഷെല്ലിൽ നിറയുകയുള്ളൂ എന്ന് നിങ്ങൾ തൽക്കാലം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി ടൈറ്റാനിയത്തിൻ്റെത് നോക്കാം. ടൈറ്റാനിയം 22, K ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, 8 ഇലക്ട്രോണുകൾ. നേരത്തെ ഞാൻ പറഞ്ഞു 8 ഇലക്ട്രോണുകൾ നിറഞ്ഞ് പിന്നീട് M ഷെല്ലിൽ 8 എണ്ണം നിറഞ്ഞ് Nൽ 2 എണ്ണം ആയ ശേഷം മാത്രമേ ബാക്കി ഇലക്ട്രോണുകൾ M ഷെല്ലിൽ നിറയാറുള്ളൂ. അതിനാൽ ഞാൻ ഇപ്പോൾ തൽക്കാലം M ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുന്നില്ല. N ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ കൊടുക്കുന്നു. ബാക്കി എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പരിശോധിക്കാം. 2ഉം 8ഉം 10, 10ഉം 2ഉം 12. ഇനി ബാക്കി നമ്മുടെ കയ്യിൽ 10 ഇലക്ട്രോണുകൾ ഉണ്ട്. അവ M ഷെല്ലിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അതായത് 22. സ്കാൻഡിയത്തിന് തൊട്ടുശേഷം വരുന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 10, 2 എന്നായിരിക്കും. സ്കാൻഡിയത്തിന് തൊട്ട് മുൻപ് വരുന്ന മൂലകം അറ്റോമിക് നമ്പർ 20, കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8, 2 എന്നുമായിരിക്കും. ബി ക്വസ്റ്റ്യനിലേക്ക്, ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് സ്കാൻഡിയം ഓൺ ബേസിസ് ഓഫ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ് ദാറ്റ് കംസ് ജസ്റ്റ് ബിഫോർ സ്കാൻഡിയം. സ്കാൻഡിയത്തിൻ്റെ തൊട്ട് മുൻപുള്ള മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തെ അടിസ്ഥാനമാക്കി സ്കാൻഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുക. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യനുകളിൽ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നതിനെ കുറിച്ച്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകം നമ്മളെ ഡി ബ്ലോക്കിൻ്റെ, അതായത് 3 മുതൽ 12 വരെ ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടെത്തുന്നതിനായിട്ട് പറഞ്ഞു തരുന്നില്ല. അതിനായിട്ട് നമ്മളോട് ചോദ്യകർത്താക്കൾ പറഞ്ഞത് എന്താണ്? സ്കാൻഡിയത്തിന് തൊട്ട് മുൻപുള്ള മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തെ അപേക്ഷിച്ച് സ്കാൻഡിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താനാണ്. ഞാൻ തൽക്കാലം ടൈറ്റാനിയത്തിൻ്റേത് ഇവിടെ നിന്ന് മായ്ച്ചു കളയുന്നു. ആദ്യം നമുക്ക് കാൽഷ്യത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താം. കാൽഷ്യത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്. നേരത്തെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിരുന്നു, ബാഹ്യതമ ഷെല്ലിൽ 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോണുകളാണ് എങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 2 ആയിരിക്കും. ഇനി 3 മുതൽ 8 വരെ ഇലക്ട്രോണുകളാണ് ബാഹ്യതമ ഷെല്ലിൽ ഉള്ളത് എങ്കിൽ അതിലേക്ക് 10 കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യയായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ കാൽഷ്യത്തിൻ്റേത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അതിനാൽ കാൽഷ്യത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പീരിയഡ് ഒന്ന് കണ്ടെത്താം. പീരിയഡ് എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണമാണ്. കാൽഷ്യത്തിൽ എത്ര ഷെല്ലുകളുണ്ട്? 1, 2, 3, 4 ഷെല്ലുകളാണ് ഉള്ളത് എന്നതിനാൽ കാൽഷ്യത്തിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി സ്കാൻഡിയത്തിൻ്റെ ഗ്രൂപ്പാണല്ലോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കാൽഷ്യം കഴിഞ്ഞ് തൊട്ടടുത്ത മൂലകമാണ് സ്കാൻഡിയം എന്നതിനാൽ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകം, തൊട്ടടുത്ത മൂലകം ഏത് ഗ്രൂപ്പിലായിരിക്കും അപ്പോൾ സ്ഥിതി ചെയ്യുന്നത്? 3ാമത്തെ ഗ്രൂപ്പിലായിരിക്കും എന്ന് നിങ്ങൾ അറിയുക. ഇത് കുറച്ച് ചിന്തിച്ചാൽ മാത്രം കിട്ടുന്ന ഉത്തരം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ആരെങ്കിലും കൺഫ്യൂസ് ആയിരുന്നോ എന്നത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 14ാമത്തെ ചോദ്യം, എ പാർട്ടുണ്ട് ബി പാർട്ടുണ്ട്. ഇവിടെ നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്യും. പക്ഷേ എക്സാമിന് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയായിരുന്നുള്ളൂ. എ ക്വസ്റ്റ്യൻ, വൈ ഡു ട്രാൻസിഷൻ എലമെന്റ്സ് ഷോ സിമിലാരിറ്റി ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്സ്? സംക്രമണ മൂലകങ്ങൾ ഗ്രൂപ്പിലും പീരിയഡിലും സമാനത കാണിക്കുന്നത് എന്തുകൊണ്ട്? നമുക്കറിയാം ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളെ ആണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിച്ചിരുന്നത്. ഇവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഗ്രൂപ്പിലും പീരിയഡിലും തുല്യമായിരിക്കും. അതിനാലാണ്
അവ ഗ്രൂപ്പിലും പീരിയഡിലും സമാന സ്വഭാവങ്ങൾ ഗുണങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻ എ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ആർ ഈക്വൽ, സോ ദേ ഷോ സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്സ്. ബി ക്വസ്റ്റ്യനിലേക്ക്, ഗിവ് എക്സാമ്പിൾ ഫോർ ടു ട്രാൻസിഷൻ എലമെന്റ്സ് ദാറ്റ് വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് സംക്രമണ മൂലകങ്ങൾക്ക് ഉദാഹരണം നൽകുക. ഞാനിവിടെ 21 മുതൽ 30 വരെ അറ്റോമിക നമ്പറുകളുള്ള മൂലകങ്ങളെ എഴുതാൻ പോകുന്നു. സ്കാൻഡിയം 21, ടൈറ്റാനിയം 22, വനേഡിയം 23, ക്രോമിയം 24, മാംഗനീസ് 25, അയേൺ 26, കൊബാൾട്ട് 27, നിക്കൽ 28, കോപ്പർ 29, സിങ്ക് 30. ഈ 9 തന്നെയല്ലേ, അല്ല 10 മൂലകങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 മൂലകങ്ങളെ വളരെ പ്രാധാന്യമർഹിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതായി കാണാം. ഒന്നാമത്തെ ആളുടെ പേര് അയേൺ, Fe, ഇരുമ്പ്. മറ്റൊരാളുടെ പേര് കോപ്പർ, കുപ്രമെന്ന് നമ്മൾ ലാറ്റിൻ നെയിം പറയും. Cu എന്ന സിമ്പൽ വെക്കും. അത് നമ്മൾ ചെമ്പ് എന്ന് മലയാളികൾ വിളിക്കുകയും ചെയ്യും. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ 2 മൂലകങ്ങൾ. കൂടാതെ ഇപ്പോൾ ടൈറ്റാനിയം എന്ന മൂലകവും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. മൊബൈൽ ഫോണുകളുടെ കേസ് ഉണ്ടാക്കാൻ വേണ്ടി, കേസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വാച്ചുകളുടെ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ടൈറ്റാനിയം യൂസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ സ്വർണവും വെള്ളിയും പോലുള്ള ഒരുപാട് മൂലകങ്ങൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവയെല്ലാം ട്രാൻസിഷൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് എന്നറിയുന്നതോടുകൂടി 14 ബി പാർട്ടിലെ എ ക്വസ്റ്റ്യനിലേക്ക്, ഇൻ വിച്ച് ഗ്രൂപ്പ്സ് ആർ മെയിൻ ഗ്രൂപ്പ്സ് എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ്. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതെല്ലാം? അവ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1, 2 കൂടാതെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെയുമാണ് നമ്മൾ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യനിലെ ബിയിലേക്ക്, റൈറ്റ് വൺ എക്സാമ്പിൾ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രം മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളിൽ നിന്നും ചുവടെ നൽകിയിരിക്കുന്നവയ്ക്ക് ഓരോ ഉദാഹരണം വീതം എഴുതുക. ഒന്നാമത്തത്, എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. സാധാരണ താപനിലയിൽ ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒട്ടനവധി പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലരെ മാത്രം ഞാൻ പറയാം. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, എക്സെട്ര. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. രണ്ടാമത്, എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റിന്, പ്രധാന ഗ്രൂപ്പ് മൂലകത്തെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ബ്രോമിൻ ആണത്. അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് പ്രതീകം Br. എന്നാൽ സാധാരണ ടെമ്പറേച്ചറിൽ നിന്ന് കുറച്ച് കൂടിയ ടെമ്പറേച്ചറിൽ ഗാലിയം എന്ന് പറയുന്ന മൂലകം എല്ലാം ലിക്വിഡ് സ്റ്റേറ്റിൽ, അതായത് ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് നിങ്ങൾ അറിയുക. സാധാരണ ടെമ്പറേച്ചർ, അതായത് റൂം ടെമ്പറേച്ചർ എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എപ്പോഴും 25 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നതുകൂടി അറിയുമ്പോൾ നമ്മൾ 15ാമത്തെ ചോദ്യത്തിലേക്ക്, അറ്റോമിക് നമ്പർ ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. ചില മൂലകങ്ങളുടെ അറ്റോമിക നമ്പർ ചുവടെ നൽകിയിരിക്കുന്നു. എ 12, ബി 15, സി 17. എ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. അറേഞ്ച് ദം ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സൈസ് ഓഫ് ആറ്റം. ഇവയെ ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഞാൻ അതിനു മുമ്പായിട്ട് ആദ്യം നിങ്ങൾക്കായി ഇവിടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഏകദേശ രൂപരേഖ വരച്ച് വയ്ക്കാം. ഏതാണ്ട് വരുന്ന രൂപരേഖ മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. യഥാർത്ഥ രൂപരേഖ കാണണം എങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് പുസ്തകത്തിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വരയ്ക്കുന്നതിൽ നല്ല വളവുകളുണ്ട് എന്ന് എനിക്കറിയാം.
എൻ്റെ ഡിജിറ്റൽ ടാബിൽ ഡിജിറ്റൽ ബോർഡിൽ ഈ ഓട്ടോ കറക്ഷൻ ടൂൾ ഇല്ല എന്നതിനാലാണ് ഈ വളവുകൾ ഉണ്ടാകുന്നത്. കൂടാതെ ഈ ആപ്പിൽ നമുക്ക് സ്കെയിലിൻ്റെ സപ്പോർട്ടും വരുന്നില്ല എന്നതിനാലുമാണ് ഈ വളവുകൾ ഉണ്ടാകുന്നത്. ഏതാണ്ട് രൂപരേഖ ഇതുപോലെ ഇരിക്കും. നമ്മൾ ഇതിൽ ഇടത്ത് നിന്ന് വലത്തോട്ടുള്ള അറേഞ്ച് ചെയ്തിരിക്കുന്ന മൂലകങ്ങളെ നമ്മൾ വിളിച്ചിരുന്ന പേര് പീരിയഡ് എന്നായിരുന്നു. മുകളിൽ നിന്ന് താഴോട്ട് ഉള്ളവരെ നമ്മൾ ഗ്രൂപ്പുകൾ എന്നും വിളിച്ചു. സൈഡിലേക്കുള്ളവരെ പീരിയഡ്, മുകളിൽ നിന്ന് താഴേക്കുള്ളവരെ ഗ്രൂപ്പ് എന്ന് വിളിച്ചു. ഒരു പുതിയ പീരിയോഡിക് ടേബിളിൽ, അതായത് ആധുനിക പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളാണ് ഉള്ളത്. ഒരു പീരിയഡിൽ എപ്പോഴും ഇടത്ത് നിന്ന് വലത്തേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. എന്നാൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം എപ്പോഴും കൂടുന്നു. നമുക്കിവിടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ഒന്ന് പരിശോധിക്കാം. എ 12 ആണ് അറ്റോമിക നമ്പർ, ബി 15 ആണ് അറ്റോമിക നമ്പർ, സി 17 ആണ് അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവയുടെ എല്ലാത്തിൻ്റെയും വലിപ്പം കൂടി വരുന്ന രൂപത്തിൽ എഴുതാൻ വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഇവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം. എ 12, അതിനാൽ 2, 8, 2 എന്നതായിരിക്കും എയുടെ ഇലക്ട്രോൺ വിന്യാസം. ബിക്കാണ് എങ്കിൽ അവ എന്തായിരിക്കും? 2, 8, 5 ആയിരിക്കും. എന്നാൽ സിക്കാണെങ്കിലോ 2, 8, 7 എന്നായിരിക്കും ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകും ഇവയെല്ലാം ഒരേ പീരിയഡിൽ ഉൾക്കൊള്ളുന്നവരാണ്. അത് എങ്ങനെ എനിക്ക് മനസ്സിലാവുക? പീരിയഡ് എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണമാണ്. എക്കുള്ള ഷെല്ലുകളുടെ എണ്ണം നോക്കാം, 1, 2, 3. അപ്പോൾ ഷെൽ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എയുടേത് എത്രയാണ്? 3 ആണ് ഷെൽ നമ്പർ. ബിക്ക് നോക്കുമ്പോഴും 3 ആണ് ഷെൽ നമ്പർ, സിക്ക് നോക്കുമ്പോഴും 3 ആണ് ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഇവയെല്ലാം ഒരു പീരിയഡിൽ ഉൾക്കൊള്ളുന്നു. അത് 3ാമത്തെ പീരിയഡ് ആണ്. ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കല്ലേ എപ്പോഴും ആറ്റങ്ങളെ, അറ്റോമിക നമ്പർ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് ആറ്റങ്ങളെ അറേഞ്ച് ചെയ്തു വച്ചിരിക്കുന്നത്. അതിനാൽ എക്ക് ശേഷം ബി, ബിക്ക് ശേഷം സി എന്നായിരിക്കും ഓർഡർ. നമ്മൾ പറഞ്ഞു പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എയിൽ നിന്ന് സിയിലേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. അതിനാൽ തന്നെ എ ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടത് വലിപ്പം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്, കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഏറ്റവും ചെറുത് അപ്പോൾ ആരായിരിക്കും? സി ആയിരിക്കും ഏറ്റവും ചെറുത്. അതിനേക്കാൾ വലുതായിരിക്കും ബി എന്ന് പറയുന്ന ആറ്റം, അതിനേക്കാൾ വലുതായിരിക്കും എ എന്ന് പറയുന്ന ആറ്റം. എയുടെ ആൻസർ സി ലെസ് ദാൻ ബി, ബി ലെസ് ദാൻ എ എന്നുള്ളതായിരിക്കും. എന്നറിയുമ്പോൾ ബി ക്വസ്റ്റ്യനിലേക്ക് ജസ്റ്റിഫൈ യുവർ ആൻസർ, നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. നമ്മളോട് ആവശ്യപ്പെട്ടു, അതിന് കാരണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? ഇടത്ത് നിന്ന് വലത്തേക്ക് പീരിയഡിൽ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും അതിനുള്ള കാരണം ആവില്ല. കുറയും എന്നുള്ളതിൻ്റെ ഫിനോമിന നമ്മൾ പറഞ്ഞു, പക്ഷേ അതിൻ്റെ കാരണം നിങ്ങൾ അറിയണം. ഒരു പീരിയഡിൽ എപ്പോഴും ഷെല്ലുകളുടെ എണ്ണം തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ? ഷെല്ലുകളുടെ എണ്ണം എപ്പോഴും ഒരു പീരിയഡിൽ തുല്യമായിരിക്കും. ഈ പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തേക്ക് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഒരു ന്യൂക്ലിയസും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലം കൂടുന്നു എന്നതിനാലാണ് ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനെ ഞാനൊന്ന് ഡെഫിനിഷനാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇടത്ത് നിന്ന് വലത്തേക്ക് പീരിയഡിൽ ഷെല്ലുകളുടെ എണ്ണത്തിന് വ്യത്യാസം വരുന്നില്ല. എന്നാൽ ഇടത്ത് നിന്ന് വലത്തേക്ക് പീരിയഡിൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കൂടുന്നു.
അതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെ പറയാം: ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് there is no change in number of shells, but from left to right in period the nuclear charge increases. Hence the attractive force between the nucleus and the electron in the outermost shell increases. Therefore size of atom decreases. എന്നറിയുന്നതോടുകൂടി സി ക്വസ്റ്റ്യനിലേക്ക് how does the size of atom change on moving down the group? Give reason. ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്? കാരണം എഴുതുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. അതിനുള്ള കാരണം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഷെല്ലുകളുടെ എണ്ണം കൂടും. ഈ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് തന്നെ ന്യൂക്ലിയർ ചാർജും കൂടുന്നുണ്ട്. പക്ഷേ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ, സ്വാധീനം. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത്, നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ് ചെയ്യുന്നത് മറികടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ആറ്റങ്ങളുടെ വലിപ്പം കൂടുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അതിനെ ഞാൻ ഡെഫിനിഷനാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഗ്രൂപ്പിൽ ആറ്റത്തിൻ്റെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതോടൊപ്പം ന്യൂക്ലിയർ ചാർജും കൂടുന്നു. എന്നാൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിൻ്റെ സ്വാധീനത്തെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് മറികടക്കുന്നു. അതിനാൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഗ്രൂപ്പിൽ ആറ്റങ്ങളുടെ സൈസ് അല്ലെങ്കിൽ വലിപ്പം കൂടുന്നു എന്ന് പറഞ്ഞാൽ മതി. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെ പറയാം: ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ് because from top to bottom in a group number of shells increases. With the increase in number of shells nuclear charge also increases, but the influence of nuclear charge is overcome by the number of shells. Therefore the size of atom increases എന്ന് പറഞ്ഞാൽ മതി. സി ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു എന്നതിനാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 16ാമത്തെ ചോദ്യം: കാൽഷ്യം ഓക്സൈഡ് ഈസ് ആൻ അയോണിക് കോമ്പൗണ്ട്. അറ്റോമിക് നമ്പർ ഓഫ് കാൽഷ്യം ഈസ് 20 ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഈസ് 8. കാൽഷ്യം ഓക്സൈഡ് CaO ഒരു അയോണിക സംയുക്തമാണ്. കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20ഉം ഓക്സിജന്റേത് 8ഉം ആണ്. A question: write the chemical equation for formation of oxide ion. ഓക്സൈഡ് അയോൺ രൂപീകരണത്തിന്റെ രാസസമവാക്യം എഴുതുക. നമ്മളോട് തന്നിരിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡും തന്നിരിക്കുന്ന ആറ്റങ്ങൾ കാൽഷ്യം അറ്റോമിക നമ്പർ 20ഉം ഓക്സിജൻ അറ്റോമിക നമ്പർ 8ഉമാണ്. കാൽഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2 8 8 2 എന്നതും ഓക്സിജന്റേത് 2 അതുപോലെ 6 എന്നതുമാണ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. ഇവിടെ ഓക്സിജന് സ്ഥിരത ലഭിക്കണം എങ്കിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ 2 ഇലക്ട്രോണുകളെ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ 6 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാം. ഇവിടെ 2 ഇലക്ട്രോൺ കൂട്ടിച്ചേർക്കുന്നതിനേക്കാൾ ഊർജം 6 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആവശ്യമാണ് എന്നതിനാൽ ഓക്സിജൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് 2 ഇലക്ട്രോണിനെ കൂട്ടിച്ചേർക്കുക എന്നതാണ്. കാൽഷ്യത്തിനാണെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് 2 ഇലക്ട്രോണുകളാണ്. അവയെ 2 എണ്ണത്തിനെ വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ 6 എണ്ണത്തിനെ സ്വീകരിക്കാം. എന്തിന്? സ്ഥിരത കൈവരിക്കാൻ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ആക്കി മാറ്റാൻ. ഇവിടെ കാൽഷ്യം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. നമ്മളോട് ചോദ്യം എ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഓക്സൈഡ് അയോൺ ആയി മാറുന്നതിന്റെ രാസസൂത്രം എഴുതാൻ വേണ്ടിയാണ്. നമ്മുടെ കയ്യിലുള്ള നോർമൽ ഓക്സിജൻ, അതായത്
സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഓക്സിജനിലേക്ക് 2 ഇലക്ട്രോണുകൾ കൂടി ചേരുന്നു. അതോടുകൂടി ഓക്സിജൻ 2- ആയി മാറും അതിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇതാണ് ഓക്സിജന്റെ ഫോർമേഷൻ, ഓക്സൈഡ് അയോണിന്റെ ഫോർമേഷൻ. ബി ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നോബിൾ ഗ്യാസ് ഹാവിംഗ് ദ സെയിം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആസ് ദാറ്റ് ഓഫ് ഓക്സൈഡ് അയോൺ. ഓക്സൈഡ് അയോണിന്റെ അതേ ഇലക്ട്രോൺ വിന്യാസമുള്ള ഉത്കൃഷ്ടവാതകം ഏതെന്ന് കണ്ടെത്തുക. നമുക്കറിയാം ഉത്കൃഷ്ടവാതകങ്ങൾ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി പഠിക്കേണ്ടത് ഹേ, നീ, ആര എന്നുവരെ മൂലകങ്ങളെ അല്ലേ. ആദ്യത്തെ ഹീലിയം അറ്റോമിക നമ്പർ 2, നിയോൺ 10, ആർഗൺ 18 ആണ്. ഇവിടെ ഓക്സിജനെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം നമ്മുടെ ഓക്സിജൻ ഓക്സൈഡ് അയോൺ ആയി മാറിയ ശേഷം അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആയി മാറിയിരിക്കുന്നു. അതായത് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഓക്സൈഡ് അയോണിൻ്റെത് 2-8 എന്നാണ്. 2-8. അപ്പോൾ അതേ എണ്ണം ഇലക്ട്രോണുകൾ ഉള്ള മൂലകം ഏതായിരിക്കും? ബിയുടെ ആൻസർ നിയോൺ എന്നായിരിക്കും. ഇനി സി ക്വസ്റ്റ്യനിലേക്ക്, ഹൗ മെനി ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ പ്രസന്റ് ഇൻ കാൽഷ്യം അയോൺ? കാൽസ്യം അയോണിൽ എത്ര ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ട്? കാൽഷ്യം 2 ഇലക്ട്രോണുകളെ കളഞ്ഞ് കാൽഷ്യം 2+ ആയി മാറും. അതോടുകൂടി കാൽഷ്യത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആകും. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം 2-8-8 എന്നായിരിക്കും. ഒരു രാസപ്രവർത്തനത്തിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആകെ ഇലക്ട്രോണുകൾ മാത്രമേ പങ്കെടുക്കാറുള്ളൂ, പ്രോട്ടോണുകൾ പങ്കെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു മൂലകം അയോണായി മാറിക്കഴിഞ്ഞാലും ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പ്രോട്ടോണുകൾ എപ്പോഴും അതേ എണ്ണം തന്നെയായിരിക്കും. ഇപ്പോൾ കാൽഷ്യം അയോണിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. പ്രോട്ടോണിന് വല്ല മാറ്റവും സംഭവിക്കുമോ? ഇല്ല. പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക നമ്പറിന് തുല്യമായിരിക്കും. അതിനാൽ കാൽഷ്യം 2+ അയോണിൽ ഉണ്ടായിരിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നതും 20 തന്നെ ആയിരിക്കും. ഇനി 17ാമത്തെ ചോദ്യത്തിലേക്ക്. 17 എ പാർട്ടും ഉണ്ട്, ബി പാർട്ടും ഉണ്ട്. ആദ്യം നമുക്ക് 17 എ പാർട്ട് നോക്കാം. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 16. ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ 16 ആണ്. 17 എയിലെ എ ചോദ്യം, ഇൻ ഹൗ മെനി ഷെൽസ് ആർ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ടഡ്? എത്ര ഷെല്ലുകളിൽ ഇലക്ട്രോൺ പൂരണം നടന്നിട്ടുണ്ട്? അത് പറയുന്നതിനായിട്ട് നമുക്ക് ആദ്യം ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം. 16 ആണല്ലോ അറ്റോമിക നമ്പർ പറഞ്ഞത്. അറ്റോമിക നമ്പറിനെ നമ്മൾ Z എന്നാണ് സൂചിപ്പിക്കാറ്. അത് 16 ആണ് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ 2, 8, 6 എന്നതായിരിക്കും ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൽ എത്ര ഷെല്ലുകളുണ്ട്? 1, 2, 3. അതിനാൽ എത്ര ഷെല്ലുകളിൽ ഡിസ്ട്രിബ്യൂഷൻ നടന്നു, എത്ര ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ പൂരണം നടന്നത് എന്ന ചോദ്യത്തിന് 3 എന്ന ഉത്തരം നമുക്ക് കൊടുക്കാം. Among those shells which has highest energy, give reason. ഷെല്ലുകളിൽ ഊർജം കൂടിയത് ഏത്? കാരണം എഴുതുക. നമുക്കറിയാവുന്ന ഷെല്ലുകൾ K, L, M, N എന്നിവയാണ്. ഈ Kയേക്കാൾ Lന് ഊർജം കൂടുതലായിരിക്കും, Lനേക്കാൾ Mന് ഊർജം കൂടുതലായിരിക്കും, Mനേക്കാൾ Nന് ഊർജം കൂടുതൽ ആയിരിക്കും. ഇവിടെ ചോദ്യത്തിൽ ആകെ ചോദിച്ചിട്ടുള്ളത് 16 അറ്റോമിക നമ്പർ വരുന്നതിൻ്റെ കേസിനെ കുറിച്ച് മാത്രമാണ്. അതിൽ ആകെ 3 ഷെല്ലുകളേ ഉള്ളൂ. അതിനാൽ KLM എന്ന ഷെല്ലുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. Nന് തൽക്കാലം നമ്മൾ വിട്ടയക്കുന്നു. ഇതിൽ ഏറ്റവും ഊർജം കൂടുതൽ ആർക്കായിരിക്കും? M ഷെല്ലിനായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഊർജം ഉണ്ടായിരിക്കുക. അതിന് കാരണം നിങ്ങൾ അറിയുക. ന്യൂക്ലിയസിൽ നിന്ന് വിട്ട് ദൂരെ പോകുന്നതിനനുസരിച്ച്, ഗോയിങ് എവേ ഫ്രം ന്യൂക്ലിയസ്, ദ എനർജി ഓഫ് ഷെൽ ഇൻക്രീസസ്. ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. അതായത് ന്യൂക്ലിയസിൽ നിന്ന് എത്രത്തോളം ദൂരെയാണോ നിൽക്കുന്നത് അത്രയും ഊർജം ഷെല്ലുകൾക്ക് കൂടുതലായിരിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി 18ാമത്തെ ചോദ്യം. 18ലേക്ക് പോകുന്നതിനും മറ്റൊന്നുണ്ട്. 17B ഉണ്ട്, ഞാൻ മറന്നുപോയില്ലേ. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 15.
ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ 15 ആണ്. എ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് വാലൻസ് ഷെൽ ഓഫ് ദിസ് ആറ്റം? ഈ ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ല് ഏത്? കണ്ടെത്താൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോൺ വിന്യാസം എഴുതണം. അറ്റോമിക നമ്പർ 15 ആണ് നൽകിയിരിക്കുന്നത്. അതിനാൽ ഇലക്ട്രോൺ വിന്യാസം 2, 8, 5 എന്നായിരിക്കും. വാലൻസ് ഷെല്ല് ഏതാ എന്ന ചോദ്യം. ആദ്യത്തേത് കെ ഷെൽ, പിന്നെ എൽ ഷെൽ, പിന്നെ എം ഷെൽ. അതിനാൽ വാലൻസ് ഷെല്ല്, ബാഹ്യതമ ഷെല്ല് ഏതാണ്? എം ഷെൽ ആയിരിക്കും ഉത്തരം. ഇനി ബി, വിച്ച് ഷെൽ ഹാസ് ലീസ്റ്റ് എനർജി ഇൻ ദിസ് ആറ്റം? ഗിവ് റീസൺ. ഈ ആറ്റത്തിലെ ഏറ്റവും ഊർജം കുറഞ്ഞ ഷെൽ ഏത്? കാരണം എഴുതുക. ഉത്തരം കെ എന്നാണ്. കെ ഷെല്ലിനായിരിക്കും ഇതിൽ ഏറ്റവും കുറഞ്ഞ ഊർജം ഉണ്ടായിരിക്കുക. നേരത്തെ അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. ഓൺ ഗോയിങ് എവേ ഫ്രം ന്യൂക്ലിയസ് ദ എനർജി ഓഫ് ഷെൽ ഇൻക്രീസസ്. അതിനാൽ ഏറ്റവും ഊർജം കുറവാർക്കായിരിക്കും? ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കെ ഷെല്ലിനായിരിക്കും എന്നും അറിയുന്നതോടുകൂടി അവസാനത്തെ ചോദ്യത്തിലേക്ക്. അവസാനത്തെ ചോദ്യത്തിന് എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. കുറച്ചധികം സമയമെടുക്കുന്ന ചോദ്യമായിരിക്കും എപ്പോഴും 18ാമത്തത്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചോദ്യവും അത് തന്നെയാണ്. 18ലെ എ പാർട്ടിലേക്ക് ഡാറ്റ ഓഫ് സം എലമെന്റ്സ് എക്സ്, വൈ ആൻഡ് സെഡ് ആർ ഗിവൺ. എക്സ്, വൈ, സെഡ് എന്നീ മൂലകങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. എക്സ് belongs to third period and it needs one more electron to attain octet electron configuration. മൂന്നാം പീരിയഡിൽ ഉൾപ്പെടുന്നു. അഷ്ടക വിന്യാസം ലഭിക്കാൻ ഒരു ഇലക്ട്രോൺ കൂടി വേണം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പീരിയഡ് ഇസ് ഈക്വൽ ടു 3 ഷെല്ലുകളായിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. കൂടാതെ അവസാനത്തെ ഷെല്ലിൽ, അതായത് ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുന്നതിന് 1 ഇലക്ട്രോൺ കുറവുണ്ട്. അതിനാൽ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? 7 ഇലക്ട്രോണുകളായിരിക്കും ബാഹ്യതമ ഷെല്ലിൽ ഉണ്ടായിരിക്കുക എന്നും നമ്മളോട് ചോദ്യം പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി വെക്കുന്നുണ്ട്. ഇനി വൈ വായിച്ചു നോക്കാം. ബിലോങ്സ് ടു 4th പീരിയഡ്. ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസിഷൻ എലമെന്റ്. The shell with highest energy contains 1 electron. 4ാം പീരിയഡിൽ ഉൾപ്പെടുന്നു. ഇത് സംക്രമണ മൂലകമല്ല. ഏറ്റവും ഊർജം കൂടിയ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. പീരിയഡ് എന്ന് പറയുന്നത് 4 ആണ്. ആ 4ാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ് എന്ന് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തിനാ എഴുതി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ എഴുതി വെച്ചത്. എന്താണ് അത് പറയുന്നതെന്ന് രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചു നോക്കണ്ടല്ലോ. സെഡ് ബിലോങ്സ് ടു ഫസ്റ്റ് പീരിയഡ് ആൻഡ് ഹാസ് സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആസ് ദാറ്റ് ഓഫ് വൈ. 1ാമത്തെ പീരിയഡ് മൂലകമാണ്. അതായത് പീരിയഡ് എന്ന് പറയുന്നത് 1 ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. 1ാം പീരിയഡിൽ ഉൾപ്പെടുന്നു. ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം വൈയുടേതിന് തുല്യമാണ്. പീരിയഡിൽ 1. ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയിരുന്നു വൈക്കുണ്ടായിരുന്നത്? 1 ഇലക്ട്രോൺ ആണുള്ളത്. അതായത് 1ാമത്തെ പീരിയഡിൽ ബാഹ്യതമ ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോൺ ഉള്ള മൂലകമാണ് സെഡ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് വായിക്കാം. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈയുടെയും ഇലക്ട്രോൺ വിന്യാസം എഴുതുക. നമ്മൾ നേരത്തെ എഴുതി വെച്ച ഡാറ്റ ഉള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ കഴിയും. ഞാൻ ആദ്യം എക്സിൻ്റേത് എഴുതി തുടങ്ങാം. എക്സിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത് 3 ആണ് പീരിയഡ് എന്ന് പറയുന്നത്. അതിനാൽ ഷെല്ലുകളുടെ എണ്ണം 3 എണ്ണം. കെ, എൽ, എം എന്നിവയാണ് അതിലുള്ള ഷെല്ലുകൾ. ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ആണ് ഉള്ളത്. 7, എമ്മിൽ 7. അപ്പോൾ ബാക്കിയുള്ളവയിൽ എന്തായാലും നിറഞ്ഞിരിക്കും. കെയിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എല്ലിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. എമ്മിൽ 7 എണ്ണമാണുള്ളത്. അതിനാൽ എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 7 എന്നായിരിക്കും. ഇനി ഞാൻ വൈ എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. ചോദ്യം പറയുന്നത് 4 ഷെല്ലുകൾ ഉണ്ട് എന്നാണ്. അതിനാൽ കെ, എൽ, എം, എൻ എന്ന ഷെല്ലുകൾ ഉണ്ടായിരിക്കും. കൂടാതെ പറയുന്നു
ഇത് ഒരു ട്രാൻസിഷൻ എലമെന്റ് അല്ല, സംക്രമണ മൂലകം അല്ല. ബാഹ്യതമ ഷെല്ലിലുള്ളത്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളത് എത്ര ഇലക്ട്രോൺ ആണ്? ഒരു ഇലക്ട്രോൺ ആണ് എന്നും നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അതിനാൽ n ഷെല്ലിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. നമ്മൾ നേരത്തെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഊർജം കൂടി വരുന്ന ക്രമത്തിലായിരിക്കും. അതിനാൽ ഓരോ ഓർബിറ്റുകളിലും പൂർണ്ണമായി നിറഞ്ഞ ശേഷം മാത്രമേ അടുത്ത ഓർബിറ്റുകൾ നിറയുകയുള്ളൂ എന്ന്. എന്നാൽ മുമ്പ് എപ്പോഴോ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, n ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ നിറഞ്ഞ ശേഷം മാത്രമേ m ഷെല്ലിൽ 8ൽ കൂടുതൽ ഇലക്ട്രോണുകൾ നിറയുകയുള്ളൂ. ഇവിടെ n ഷെല്ലിൽ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതിനാൽ m ഷെല്ലിൽ 8ൽ കൂടുതൽ ഇലക്ട്രോണുകൾ നിറയില്ല. അപ്പോൾ m ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. l ഷെല്ലിൽ ഏറ്റവും കൂടുതൽ കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ് എന്നുള്ളതുകൊണ്ട് അതും നിറഞ്ഞിരിക്കും. kയിൽ എത്ര എണ്ണം കൊള്ളും? 2. അതിനാൽ y-യുടെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 8, 1 എന്നായിരിക്കും. ബി ക്വസ്റ്റ്യനിലേക്ക്, ഐഡന്റിഫൈ ദ എലമെന്റ് z ഫ്രം പീരിയോഡിക് ടേബിൾ. z എന്ന മൂലകം പീരിയോഡിക് ടേബിളിൽ ഏതാണെന്ന് കണ്ടെത്തുക. ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമുള്ള മൂലകമാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ z-ന്റെ ഏതാണ് മൂലകം? അത് ഹൈഡ്രജൻ ആയിരിക്കും ആ മൂലകം എന്നറിയുക. സി ക്വസ്റ്റ്യനിലേക്ക്, സി ക്വസ്റ്റ്യൻ പറയുന്നു, which is the isotope of Z having no neutrons? ന്യൂട്രോണുകളില്ലാത്ത z-ന്റെ ഐസോടോപ്പ് ഏത്? ഐസോടോപ്പ് ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു. z ഹൈഡ്രജൻ ആണത്. ഹൈഡ്രജൻ ഏതൊക്കെ ഐസോടോപ്പുകൾ ഉണ്ട്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്ന 3 ഐസോടോപ്പുകളാണുള്ളത്. പ്രോട്ടിയം അറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 1. ഡ്യൂട്ടീരിയം അറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 2. ട്രിഷിയം അറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 3. എപ്പോഴും നമ്മൾ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ചാണ്. അതിനാൽ ആദ്യത്തെ പ്രോട്ടിയത്തിൻ്റെത് നോക്കുമ്പോൾ മാസ് നമ്പർ 1, 1ൽ നിന്ന് 1 പോയാൽ 0. ഇനി ഡ്യൂട്ടീരിയം ആണെങ്കിൽ മാസ് നമ്പർ 2, അറ്റോമിക നമ്പർ 1, അങ്ങനെ 1 ആണ് അതിലെ ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി ട്രിഷിയം ആണെങ്കിൽ മാസ് നമ്പർ 3, അറ്റോമിക നമ്പർ 1, അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം 2 ആയിരിക്കും. ചോദ്യം പറയുന്നത് ന്യൂട്രോണുകൾ ഇല്ലാത്തവ ഏത്? അപ്പോൾ നമുക്ക് ലഭിക്കും പ്രോട്ടിയം ആണ് ഉത്തരം. അറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 1 ഉള്ള ഹൈഡ്രജൻ ഐസോടോപ്പ് ആണ് അത്. കലാശക്കോട്ടിലേക്ക് 18 ബി ചോദ്യം, ഡാറ്റ ഓഫ് സം എലമെന്റ്സ് PQR ആർ ഗിവൺ. PQR എന്നീ മൂലകങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. പിയെ കുറിച്ച്, പി ബിലോങ്സ് ടു തേർഡ് പീരിയഡ്. It contains 4 more electron than that of neon. നിയോണിനേക്കാൾ 4 ഇലക്ട്രോണുകൾ കൂടുതൽ. പീരിയഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 4 ഇലക്ട്രോൺ നിയോണിനേക്കാൾ കൂടുതൽ. നിയോൺ പ്ലസ് 4 ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. നിയോൺ പ്ലസ് 4 ഇലക്ട്രോൺ എന്ന് ഞാൻ തൽക്കാലം ഇവിടെ എഴുതി വെക്കുന്നു. താഴെയും ഒന്ന് എഴുതി വച്ചേക്കാം. Ne പ്ലസ് 4 ഇലക്ട്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നു. P is equal to 3, പീരിയഡ് 3 ആണ്. ഇനി Q, ഗ്രൂപ്പ് നമ്പർ ഈസ് 13 ആൻഡ് പെനൾട്ടിമേറ്റ് ഷെൽ ഈസ് K ഷെല്ല്. ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. അവസാനത്തെ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെൽ എന്ന് പറയുന്നത് K ആയിരിക്കും. അതിനാൽ Kക്ക് ശേഷം വരുന്ന ഷെൽ എത്രയായിരിക്കും? L-ഉം ആയിരിക്കും. 2 ഷെല്ലുകളായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. എന്താ ആ ചോദ്യം പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. 13ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെൽ K ആണ്, ഗ്രൂപ്പ് 13. കൂടാതെ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ല് K ആണ്. അതിനാൽ Kയും L-ഉം മാത്രമായിരിക്കും അതിലുള്ള ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഇനി R belongs to second period in the same group of P. 2ാം പീരിയഡിലും പിയുടെ അതേ ഗ്രൂപ്പിലും ഉൾക്കൊള്ളുന്നു. പീരിയഡ് എന്ന് പറയുന്നത് 2 ആണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിക്ക് തുല്യമാണ്. പി എന്ന് പറയുന്നത് ഈ പി ആണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഇവിടെ നമ്മൾ എഴുതിയ പീരിയഡിന്റെ പി അല്ല എന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. പീരിയഡ് 2 ആണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് പി എന്ന മൂലകത്തിന് തുല്യമായിരിക്കും.
ഇനി ചോദ്യത്തിലേക്ക്. എ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. പി, ക്യൂ എന്ന മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. പി എന്ന മൂലകത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത് പീരിയഡ് 3 അതിനാൽ അവയിൽ ഉൾക്കൊള്ളുന്ന ഷെല്ലുകൾ കെ, എൽ, എം എന്നിവയാണ്. ഇനി പറഞ്ഞിരിക്കുന്നു ബാഹ്യതമ ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ നിയോണിനേക്കാൾ കൂടുതലായിരിക്കും. അല്ല, നിയോണിനേക്കാൾ 4 ഇലക്ട്രോണുകൾ കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിയോൺ എന്ന മൂലകം ഹേ, നീ, ആര എന്നുള്ളതിൽ ഉൾക്കൊള്ളുന്നവൻ അല്ലേ? ആണ്. ഹീലിയത്തിൽ 2, നിയോൺ 10, ആർഗൺ 18. അതിനാൽ നിയോണിൽ 10 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. പി എന്ന മൂലകത്തിൽ അപ്പോൾ മൊത്തമായി 14 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മളോട് പറയാതെ പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോകുന്നു. കെ ഷെല്ലിൽ 2 എണ്ണം, എൽ ഷെല്ലിൽ 8 എണ്ണം, ബാക്കി 4 ഇലക്ട്രോണുകൾ എം ഷെല്ലിൽ എന്നതാണ് പിയുടെ ഇലക്ട്രോൺ വിന്യാസം. ഇനി ക്യൂവിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. ഗ്രൂപ്പ് ഈസ് 13 ആൻഡ് പെനൾട്ടിമേറ്റ് ഷെൽ ഈസ് കെ. കെയും എല്ലും മാത്രമേ അതിൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഗ്രൂപ്പ് എന്നത് 13 എന്നതിനാൽ നമുക്കറിയാം ബാഹ്യതമ ഷെല്ലിൽ 1-2 ഇലക്ട്രോണുകളാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1-2 ആയിരിക്കും. എന്നാൽ ബാഹ്യതമ ഷെല്ലിൽ 3 മുതൽ 8 വരെയാണെങ്കിൽ അതിലേക്ക് 10 ചേർത്താൽ കിട്ടുന്ന സംഖ്യയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ 13 അതിനാൽ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 3 ആയിരിക്കും. വളരെ സിമ്പിളായി പറയാം. കെയിലാണെങ്കിൽ 2. അപ്പോൾ ക്യൂവിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 3 എന്നതായിരിക്കും. ഇനി അടുത്ത ചോദ്യം ബി, ഐഡന്റിഫൈ ദ എലമെന്റ് ആർ ഇൻ പീരിയോഡിക് ടേബിൾ. ആർ എന്ന മൂലകം പീരിയോഡിക് ടേബിളിൽ ഏതെന്ന് കണ്ടെത്തുക. ആർ എന്ന മൂലകത്തെ കുറിച്ച് പറയുന്നു. സെക്കൻഡ് പീരിയഡ് ആൻഡ് ഹാവ് സെയിം ഗ്രൂപ്പ് ഓഫ് പി. പിയുടെ ഗ്രൂപ്പ് നമുക്ക് ആദ്യം കണ്ടെത്താം. പിയിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 ഇലക്ട്രോണുകളാണ് എന്നുള്ളതുകൊണ്ട് ഗ്രൂപ്പ് എത്രയായിരിക്കും? 10 കൂട്ടിയാൽ 14 ആയിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പീരിയഡിൽ, ആർ എന്ന് പറയുന്നത് രണ്ടാമത്തെ പീരിയഡിലാണ്, ഗ്രൂപ്പ് നമ്പർ 14 തുല്യമാണ് എന്നതിനാൽ ആറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 2, 4 ആയിരിക്കും. അതായത് മൊത്തം ഇലക്ട്രോണുകളുടെ എണ്ണം 6. അതിനാൽ മൂലകം ഏതായിരിക്കും പീരിയോഡിക് ടേബിളിൽ എന്നറിയാമോ? കാർബൺ. കാർബണിന്റെ അറ്റോമിക നമ്പർ ആണ് 6 എന്ന് പറയുന്നത്. ഇനി സി ക്വസ്റ്റ്യനിലേക്ക്. റൈറ്റ് ദ സിംബൽ ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓഫ് ആർ. ആറിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പിന്റെ പ്രതീകം എഴുതുക. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ആണ് കാർബൺ 14. ഇതോടുകൂടി നമ്മൾ എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് തീർത്തിരുന്നു. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എൻ്റെ അഭിപ്രായം പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിട്ടാണ് പല വിദ്യാർത്ഥികൾക്കും തോന്നാൻ സാധ്യതയുള്ളത്. അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ടെക്സ്റ്റ് പുസ്തകവുമായുള്ള ബന്ധക്കുറവ്. ടെക്സ്റ്റ് പുസ്തകം നന്നായി വായിച്ച് അതിലെ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്ന വിദ്യാർത്ഥിക്ക് മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ ഓരോ ചോദ്യങ്ങളും രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചോദ്യ പേപ്പറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഓർ ക്വസ്റ്റ്യനിൽ മറ്റൊരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരാറുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഓർ ക്വസ്റ്റ്യനായി തന്നിട്ടുള്ളത് എല്ലാം ഒരേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടായിരിക്കും ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ട് ചില ടോപ്പിക്കുകൾ മാത്രം സ്കിപ്പ് ചെയ്ത് പഠിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. ഇനി പല വിദ്യാർത്ഥികളും കാണിക്കുന്ന ഒരു ട്രെൻഡാണ് എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലൊന്നും പഠിക്കാതെ ഇരുന്ന് മാരത്തോൺ കാണുക. നിങ്ങൾ തലേ ദിവസം ഇരുന്ന് പഠിച്ചില്ലെങ്കിലും സാരമില്ല, അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് വീട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ദിവസം എക്സാമിൻ്റെ തലേന്ന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഒന്ന് മറച്ചു നോക്കിയാൽ നമുക്ക് എല്ലാം പഠിക്കാൻ സാധിക്കും. എന്നാൽ പലരും മാരത്തോൺ മാത്രം കണ്ടിങ്ങനെ പോയി എക്സാം എഴുതുന്ന സമയത്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി, ക്വസ്റ്റ്യൻ ടഫാണ്, എക്സാം ടഫാണ് എന്ന അവസ്ഥ വരുന്നത്. അതിനാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അന്നാന്ന് എടുക്കുന്നത് അന്നാന്ന് പഠിക്കുക, മാരത്തോണുകളെ റിലേ ചെയ്യാതിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.